ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിലവിൽ ജയിൽ നോമിനേഷൻ നടന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ജയിലിൽ പോകേണ്ട ഒരാളെ പവർ ടീമിനോട് തിരഞ്ഞെടുക്കാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. അവർ ഡിസ്കസ് ചെയ്തിട്ടും അവർക്ക് ആരുടെയും പേര് പറയാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ജാസ്മിന് ഋഷിയുടെ പേര് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഋഷി ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ഇതായിട്ട് അവിടെ ഭയങ്കര ബഹളം ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അങ്ങനെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ജാസ്മിൻ ഋഷിയുടെ പേര് പറഞ്ഞില്ല. പക്ഷേ പവർ ടീമായിട്ട് പങ്കുവെച്ചു, പക്ഷെ അല്ലാതെ പറഞ്ഞില്ല. പിന്നെ ജാസ്മിൻ ഒരു സജഷൻ പറഞ്ഞത് ശ്രീതു ആയിരുന്നു. ശ്രീതു അത്രയ്ക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് ഒന്നിൽ അങ്ങനെ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ബാക്കി ഉള്ള ആളുകൾക്ക് ആർക്കും ആരിലും ഒരു കുറ്റം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എല്ലാവർക്കും റോക്കിയുടെ പേര് പറയാനായിരുന്നു ആഗ്രഹം. പക്ഷേ റോക്കി നിലവിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്ന ആളാണ്. നിലവിലെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിരിക്കുന്നത് റോക്കി, അൻസിബ ആൻഡ് സിജോ ആണ്. അപ്പോൾ ഇവരെ 3 പേരെയും ജയിലിലേക്ക് വിടാൻ സാധിക്കില്ല. അങ്ങനെ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവർ ബിഗ് ബോസിനോട് ആദ്യം പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, പവർ ടീമായിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ, ഇത് നിയമമാണ്, എന്തായാലും എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അവർ തീരുമാനിച്ചത് അർജുനെയാണ്. അർജുനെ കാണാൻ കൂടി കിട്ടുന്നില്ല, ഒന്നിലെ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യമുന പറഞ്ഞു ഓക്കെ, ആ ഒരു ഡിസിഷൻ കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് അർജുൻ്റെ പേര് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പവർ ടീമിൻ്റെ നേരിട്ടുള്ള നോമിനേഷൻ വഴി അർജുൻ ഈ ആഴ്ച ജയിലിൽ പോകുന്നതായിരിക്കും. അതിനുശേഷം പവർ ടീം ഒഴികെയുള്ള ബാക്കി എല്ലാവരോടും ഇൻഡിവിജ്വലി ഒരാളെ സജസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ അർജുൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അർജുൻ ചോദിച്ചു, എൻ്റെ പേര് പറയാതെ വേറെ ആരുടെയെങ്കിലും പേര് പറയാൻ നിങ്ങൾ മടിച്ചത് അയാൾ കൂടുതൽ പ്രവോക്ക് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന്. അപ്പോൾ അർജുൻ ഓൾറെഡി മനസ്സിലായി ഋഷിയുടെ പേരാണ് പറയേണ്ടതെന്ന്. പക്ഷെ ഋഷിയുടെ പേര് ആരും പറഞ്ഞില്ല. അപ്പോൾ അർജുൻ അത് കത്തിന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും ഇൻഡിവിജ്വലി വോട്ടിങ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടിങ് കിട്ടിയത് നിഷാനയ്ക്കായിരുന്നു. നിഷാനയ്ക്ക് 4 പേര് വോട്ട് ചെയ്തു ജയിലിലേക്ക് ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിഷാനയും അർജുനും കൂടി ഈ ആഴ്ച ജയിലിലേക്ക് പോകുന്നതാണ്. അതിനുള്ള അറിയിപ്പ് ബിഗ് ബോസ് പിന്നീട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ബീബി ലൈവിലെ ജയിൽ നോമിനേഷൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. താങ്ക് യു.